കൺസൾട്ടന്റായ ശ്രീ അജാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജാസ്, ഇങ്ങനെ ഒരു മാറ്റം ഈ റാങ്ക് ലിസ്റ്റിൽ വരുത്തേണ്ടി വന്നാൽ അത് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ, CBSE വിദ്യാർത്ഥികൾ, ICSE വിദ്യാർത്ഥികൾ, ഇവരെ ഓരോരുത്തരെയും ഏത് തരത്തിലാവും ബാധിക്കുക? ഇത് ഇങ്ങനൊരു മാറ്റം റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പൊതുവെ ബുദ്ധിമുട്ടുള്ള ടഫായ പരീക്ഷകൾ ഉള്ള CBSEയും ICSEയും സിലബസിലെ കുട്ടികൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുകയും അതേപോലെ തന്നെ മാർക്കുകൾ കുറച്ച് കൂടുതൽ കിട്ടുന്ന സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ നല്ല രീതിയിൽ പുറകോട്ട് പോകും. കഴിഞ്ഞ വർഷം നമുക്കത് അനുഭവം ഉള്ളതാണ്. അതായത് ഒരു കുട്ടി അത് കഴിഞ്ഞ വർഷം കീമില് 2 പിള്ളേർക്കായിരുന്നു ഫുൾ മാർക്ക് കിട്ടിയത് കീം എൻട്രൻസ് എക്സാമിന്. അപ്പം അതിലൊരു പയ്യൻ CBSE ആയിരുന്നു, അതേപോലെ മറ്റേ കുട്ടി സ്റ്റേറ്റ് ബോർഡ് ആയിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ് ബോർഡിലെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് +2 ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഫുൾ മാർക്ക് ഉണ്ട്. അപ്പം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെയ്യേണ്ട മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസിലും ഫുൾ മാർക്കാണ്, +2ലും ഫുൾ മാർക്കാണ്. പക്ഷെ അവന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഈ +2 മാർക്കിൽ ഓൾമോസ്റ്റ് 27 മാർക്കാണ് അവന് കുറഞ്ഞത്. 300-ൽ നിന്നും 273 മാർക്കായിട്ട് അത് കുറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ അവന്റെ റാങ്ക് വന്നത് 25ാമത്തെ റാങ്കാണ്. അതിൽ 1ാമത്തെ റാങ്കുള്ള കുട്ടി ഒഴിച്ച് ബാക്കി 23 ആൾക്കാരും കീമ മാർക്കിൽ ഈ സ്റ്റേറ്റ് ബോർഡിലെ പയ്യനേക്കാൾ പുറകിലായിരുന്നു. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വ്യാപക പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ വർഷവും ദൗർഭാഗ്യവശാൽ അത് തന്നെയാണ് സംഭവിക്കുക. സ്റ്റേറ്റ് പിള്ളേരെ നല്ല രീതിയിൽ ഇത് ബാധിക്കും. ഇപ്പൊ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല കോളേജ് കിട്ടും സാർ എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എന്തായിരിക്കും ഒരു റാങ്ക് ഒക്കെ ഒരു 2000-3000 റാങ്കുകളൊക്കെ പുറകിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 1ാം റാങ്കുകാരൻ ഒരേ കീമിനും ഫുൾ മാർക്ക് മേടിച്ചു, പരീക്ഷയിലും ഫുൾ മാർക്ക് മേടിച്ചു. ഒരു ആൾ 23ാം റാങ്കുകാരനായി താഴ്ന്നു പോയെങ്കിൽ ഈ സാധാരണഗതിയിൽ 5000-10,000 ഒക്കെ നിൽക്കുന്ന ആളുകളൊക്കെ എത്ര റാങ്കിലോളം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്? ഏകദേശം താഴോട്ടേക്ക് പോകും ഉറപ്പായിട്ടും. അതനുസരിച്ച് താഴെ നിന്ന് CBSE വിദ്യാർത്ഥികൾ മുകളിലേക്ക് കയറി വരും അല്ലേ? കയറി വരും ഉറപ്പായിട്ടും. CBSE ICSE വിദ്യാർത്ഥികൾ കയറി വരും. ഈ ICSE ആണോ CBSE, ഇതിലേത് വിദ്യാർത്ഥികൾക്കാണ് കൂടുതൽ നേട്ടം ഉണ്ടാവുക? ICSE വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അത് ഒരു വലിയ കൺസിഡറബിൾ നമ്പർ ഉണ്ടാവില്ല. അപ്പം എത്ര ആൾക്കാർ കയറി വന്നാലും നമ്പർ ഓഫ് കുട്ടികൾ കേരളത്തിൽ ICSE +2 പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അതേസ്ഥാനത്ത് CBSE നല്ലൊരു നമ്പർ ഉണ്ട്. ശരി, ശ്രീ ഫസൽ ഗഫൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, MESന്റെ പ്രതിനിധി. ശ്രീ ഫസൽ ഗഫൂർ, ഈ നിലവിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കൂടി അവസരം ലഭിക്കാൻ വേണ്ടി വരുത്തിയ മാറ്റം അതിപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. ശരിയായ സമയത്തല്ല, അവസാന നിമിഷമാണ് മാറ്റം വരുത്തിയത് എന്ന് പറയുന്നു. ഇത് വിദ്യാർത്ഥികളെ ഏതെല്ലാം തരത്തിലാവും ബാധിക്കുക? ശ്രീ ഫസൽ ഗഫൂർ കേൾക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. നമ്മുടെ സീനിയർ എഡിറ്റർ ശ്രീ മഞ്ജുഷ് ഗോപാൽ കൂടി ചേരുന്നു. മഞ്ജുഷ്, ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് 2000-3000 ഒക്കെ താഴേക്ക് പോവുകയും CBSE വിദ്യാർത്ഥികളുടെ റാങ്ക് മുകളിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരിക്കൽ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികളാണ്, വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ. അവരുടെ ഭാവിയിൽ മേൽ വലിയൊരു തിരിച്ചടിയല്ലേ ഇത്? ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ റാങ്ക് ലിസ്റ്റ് ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചതിനാൽ തങ്ങൾക്ക് ഏതെല്ലാം കോളേജുകളിൽ പ്രവേശനം കിട്ടും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലെ ഏറ്റവും അവസാന റാങ്കുകാർ ആരാണ് ഓരോ കോളേജിലും പ്രവേശനം കിട്ടിയത്. അതുപോലെ തന്നെ സർക്കാർ കോളേജുകളിൽ ആദ്യം സർക്കാർ കോളേജുകളിൽ പ്രവേശനം നേടുവാനാണല്ലോ ലക്ഷ്യമിടുന്നത്. സർക്കാർ കോളേജുകളിൽ പ്രവേശനം കിട്ടാൽ എത്ര റാങ്ക് വരെ വേണ്ടിവരും എന്നൊക്കെ കാര്യത്തിലൊരു കണക്കുകൂട്ടലുകൾ ഇതിനകം തന്നെ ഓരോ വിദ്യാർത്ഥിയും നടത്തിയിട്ടുണ്ട്. അതിന് ഇപ്പോൾ തകിടം മറിക്കുന്ന രീതിയിലായിരിക്കും ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാൽ കാര്യങ്ങൾ. അദ്ദേഹം നേരത്തെ അജാസ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഒരു 2000-3000 റാങ്കൊക്കെ ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 5000 റാങ്കുള്ള ആൾക്കൊക്കെ ചിലപ്പോൾ 7000-8000 ഒക്കെ റാങ്കിലേക്ക് മാറേണ്ടി വരും. അതുപോലെ തന്നെ ഇത്തവണത്തെ പ്രവേശന പരീക്ഷയുടെ അവസാനം കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് നോക്കുമ്പോൾ ആദ്യത്തെ 5000 റാങ്കുകാരെ മാത്രം എടുത്താൽ അതിൽ 2600ഓളം വിദ്യാർത്ഥികൾ കേരള സിലബസിൽ പഠിച്ചവരായിരുന്നു. ഏതാണ്ട് 2100 പേരായിരുന്നു CBSE സിലബസിൽ പഠിച്ചത്. ബാക്കിയുള്ള ഏതാനും പേർ ബാക്കി ബോർഡ് എക്സാമുകൾ എഴുതിയിട്ടുള്ളവരും. അങ്ങനെ വരുമ്പോൾ കേരള സിലബസിൽ പഠിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു മുന്തിയ റാങ്കുകളിൽ. അതിനർത്ഥം സർക്കാർ കോളേജുകളിൽ കൂടുതലായിട്ട് കേരള സിലബസുകാർക്ക് ഇത്തവണ പ്രവേശനം കിട്ടും മുൻ വർഷങ്ങളെക്കാൾ എന്നതായിരുന്നു. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ തവണ
കഴിഞ്ഞ തവണത്തെ 2024 റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 5000 റാങ്കുകാരിൽ ഏതാണ്ട് 2800-ലധികം വിദ്യാർത്ഥികൾ CBSE സ്ട്രീമിൽ പഠിച്ചവരായിരുന്നു. ഏതാണ്ട് 2000-2100 അതിനിടയ്ക്ക് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു കേരള സിലബസിൽ പഠിച്ചിരുന്നവർ. ഇത് വലിയ പരാതിക്കാണ് അന്ന് ഇട നൽകിയത്. കാരണം അവസാനം മാർക്ക് ഏകീകരണം വന്നപ്പോൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 27 മാർക്ക് വരെ കുറഞ്ഞു എന്നുള്ളതായിരുന്നു അന്നത്തെ പരാതി. ചില കുട്ടികൾക്ക് 35 മാർക്ക് വരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ മാർക്ക് മേടിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇത്രയും CBSEയിൽ മുഴുവൻ മാർക്ക് മേടിച്ച വിദ്യാർത്ഥിയേക്കാൾ അവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയും മാർക്കുകൾ കുറയുന്നത് റാങ്ക് വ്യത്യാസം വലുതാകാൻ ഇടയാകും. ഇത് വലിയ പരാതിയായിട്ട് ഉയർന്നു വന്നത് കഴിഞ്ഞ വർഷമാണ്. അതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഇത് വലിയൊരു പരാതിയായി മാറുകയായിരുന്നു. പക്ഷേ സർക്കാരിന്റെ മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനും കേരള സിലബസിലേക്ക് കൂടുതലായി വിദ്യാർത്ഥികളെ എത്തിക്കുവാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അങ്ങനെ വന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാരിന് തന്നെ ഒരു ക്ഷീണമാണ്. ഇത് മാറ്റുന്നതിന് വേണ്ടി പ്രോസ്പെക്ടസ് കഴിഞ്ഞ വർഷം തന്നെ ഈ വിഷയം ഗൗരവമായിട്ടുണ്ട്. ആ വിഷയം വന്നതാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പരിഹരിച്ചിരുന്നുവെങ്കിൽ, ഏത് രീതിയിലാണ് പ്രവേശനം നടത്തുന്നത് പരിഹരിച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല. അത് വിദ്യാഭ്യാസ പ്രവർത്തകർ പലതവണ ആവശ്യപ്പെട്ടതാണ്. അത് മാത്രമല്ല സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ ഇതിനു വേണ്ടി വെച്ചതാണ്, പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി. എങ്ങനെ ഇതിലൊരു മാറ്റം വരും? ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം പല സ്ട്രീമിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ്. ഒറ്റ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവേശനം നൽകുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവേശന പരീക്ഷയുടെയും അതുപോലെ തന്നെ അതോടൊപ്പം +2 പരീക്ഷയുടെ, അതായത് ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനെ ഒരു പ്രത്യേക ഫോർമുല അനുസരിച്ച് അവസാനം റാങ്ക് നിശ്ചയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ +2 പരീക്ഷയുടെ മാർക്കും നിർണായകമായി മാറുകയാണ്. ഇത് സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പരിഗണിച്ചു വന്നപ്പോൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വിദഗ്ധ സമിതിയെ വെച്ചത്. അവർ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന നിർദ്ദേശം, വിവേചനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന നിർദ്ദേശം മന്ത്രിസഭാ യോഗമാണ് അംഗീകരിച്ചത്. പക്ഷേ അത് വൈകിപ്പോയിരുന്നു. ഇത് അംഗീകരിച്ച് അത് പ്രോസ്പെക്ടസിൽ ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചതാണ്. ആ സമയം ആ പ്രോസ്പെക്ടസിൽ വ്യവസ്ഥയായിട്ട് ഇത് ഉൾപ്പെടുത്തണമായിരുന്നു. ഇന്നതാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥ. ഇതനുസരിച്ചായിരിക്കും 2025 കീം റാങ്ക് പട്ടിക തയ്യാറാക്കുക എന്ന്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. 2024 എന്തായിരുന്നു വ്യവസ്ഥ, അതേ വ്യവസ്ഥ തന്നെയാണ് 2025 ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണത്. സാമൂഹ്യ നീതിയുടെ ഒരു പ്രശ്നമാണ്. ഏത് തരത്തിലുള്ള പ്രവേശന പരീക്ഷകളിലും ഏത് തരത്തിലുള്ള ജോലിക്കുള്ള അപേക്ഷകളിലും ഒക്കെ ഈ അപേക്ഷ